കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യം എന്താണ് പഠിച്ചത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ എന്താണ് പഠിച്ചത്? യെസ് ഓർ നോ. ഈ ചാപ്റ്ററിന് നമുക്ക് എന്തായാലും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ. റൈറ്റ് യെസ് ഓർ നോ. ഇവിടെ താഴെ കുറച്ച് സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ സെന്റൻസിൽ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ യെസ് എന്ന് എഴുതുക, തെറ്റാണെങ്കിൽ നോ എന്ന് എഴുതുക. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ. ഈസ് ദിസ് ആൻ ഓറഞ്ച്? ഈസ് ദിസ് ആൻ ഓറഞ്ച്? നോ. അപ്പൊ ഇവിടെ എന്ത് എഴുതി കൊടുക്കണം? നോ എന്ന് എഴുതി കൊടുക്കണം. ഓക്കെ, അടുത്തത്. ഈസ് ദിസ് എ ബുക്ക്? ഈസ് ദിസ് എ ബുക്ക്? യെസ്. അപ്പൊ ഇവിടെ എന്ത് എഴുതി കൊടുക്കണം? യെസ് എന്ന് എഴുതി കൊടുക്കണം. സ്പെല്ലിംഗ് പറഞ്ഞേ. YES. എന്ത് വായിക്കും? യെസ്. ഓക്കെ, അപ്പൊ ഇതുപോലെ യെസ് ഓർ നോ എഴുതാൻ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഒരു 3 ക്വസ്റ്റ്യൻ വേർഡ്സ് പഠിച്ചത് ഓർക്കുന്നില്ലേ? ഏതൊക്കെയായിരുന്നു? വാട്ട്, എന്ത്, വേർ, എവിടെ, വെൻ, എപ്പോൾ. ഈ 3 ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഈ ചാപ്റ്ററിനും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ. വാട്ട്, വേർ, വെൻ. ക്വസ്റ്റ്യൻ വേർഡ്സ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിൽ എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ്സ് മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതില് കറക്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് ഏതാണോ അത് ഈ ബ്രാക്കറ്റിൽ നോക്കിയിട്ട് ഇവിടെ എഴുതി കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഡു യു ഗോ ടു സ്കൂൾ? നീ എപ്പോഴാണ് സ്കൂളിൽ പോവാറ്? ഇവിടെ എപ്പോൾ എന്നതിന് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ആണ് മിസ്സായിരിക്കുന്നത്. എപ്പോൾ. ഓക്കെ, ഓപ്ഷൻസ് നോക്കിക്കേ. വാട്ട്, വേർ, വെൻ. എപ്പോൾ എന്ന് പറയുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും? ഒന്ന് ഓർത്ത് നോക്കിക്കേ. വാട്ട് എന്ത്, വേർ എവിടെ, വെൻ എപ്പോൾ. എപ്പോൾ എന്ന് പറയുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും? വെൻ. അപ്പൊ നമ്മൾ ഇവിടെ വെൻ എന്ന് എഴുതി കൊടുക്കണം. സ്പെല്ലിംഗ് പറഞ്ഞേ, നോക്കിയിട്ട് പറഞ്ഞേ. WHEN. When do you go to school? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് യുവർ നെയിം? നിന്റെ പേര് എന്താണ്? ഇവിടെ എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആണ് മിസ്സായിരിക്കുന്നത്. എന്ത്. ഓപ്ഷൻസ് നോക്കിക്കേ. ഇതിൽ ഏതാണ് എന്ത് എന്നതിന് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? വാട്ട്, എന്ത്. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ എന്ത് എഴുതി കൊടുക്കണം? വാട്ട്. സ്പെല്ലിംഗ് പറഞ്ഞേ. WHAT. വാട്ട് ഈസ് യുവർ നെയിം? ഈ സെന്റൻസ് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ ഫിഷ്? ഫിഷ് എവിടെയാണ്? എവിടെ. ഇവിടെ എവിടെ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് ആണ് മിസ്സായിരിക്കുന്നത്. എവിടെ. ഓക്കെ, വാട്ട് എന്ത്, വേർ എവിടെ. വേർ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ. അപ്പൊ വേർ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം. സ്പെല്ലിംഗ് പറഞ്ഞേ. WHERE. Where is the fish? ഈ സെന്റൻസും കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ വേർഡ്സ് എഴുതാൻ വരുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ നോക്കിയിട്ട് സ്പെല്ലിംഗ് തെറ്റാതെ താഴേക്ക് എടുത്തെഴുതണം. അപ്പോൾ നിങ്ങൾ വാട്ട് എന്ത്, വേർ എവിടെ, വെൻ എപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കും. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് പ്രിപ്പോസിഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ, ഓൺ,
under, near, behind, between ഈ 6 പ്രിപ്പോസിഷൻസും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒന്നും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഇവിടെ നോക്കിക്കേ, ബ്രാക്കറ്റില് പ്രിപ്പോസിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? നിയർ, ബിഹൈൻഡ്, ബിറ്റ്വീൻ, താഴെ സെന്റൻസും കൊടുത്തിട്ടുണ്ട്. സെന്റൻസിൽ എന്താണ്? പ്രിപ്പോസിഷൻസ് ഒക്കെ മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മള് പിക്ചർ നോക്കിയിട്ട് അതിലേത് പ്രിപ്പോസിഷൻസ് ആണോ വരുന്നത് അത് നമ്മൾ ബ്രാക്കറ്റിൽ നോക്കിയിട്ട് എഴുതി കൊടുക്കണം. ഓക്കെ, പിക്ചേഴ്സ് നോക്കിയിട്ട് നമ്മൾ പ്രിപ്പോസിഷൻസ് എഴുതി കൊടുക്കണം. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് വൺ, ദ ബോയ് ഈസ് ഡാഷ് ദ ട്രീ. പിക്ചർ നോക്കിക്കേ, ആ കുട്ടി മരത്തിന്റെ അടുത്താണ് അല്ലെ? അടുത്ത്. അടുത്ത് എന്നത് നമ്മൾ ഏത് പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കാറ്? നിയർ, ബിഹൈൻഡ്, ബിറ്റ്വീൻ. ഇതിൽ ഏത് പ്രിപ്പോസിഷൻസ് ആണ് നമ്മൾ അടുത്ത് എന്നതിന് ഉപയോഗിക്കാറ്? നിയർ. ഓക്കെ, അപ്പോൾ നിയർ എന്ന പ്രിപ്പോസിഷൻ ഇവിടെ എഴുതി കൊടുക്കണം. NEAR. ദ ബോയ് ഈസ് നിയർ ദ ട്രീ. ഇപ്പോൾ ഈ സെന്റൻസ് കറക്റ്റ് ആയിട്ടുണ്ട്. അടുത്തത്, ദ ബോൾ ഈസ് ഡാഷ് ദ കിഡ്സ്. ചിത്രം നോക്കിക്കേ, ആ 2 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ നടുവിൽ എന്തുണ്ട്? ബോൾ ഉണ്ട്. നടുവിൽ. നടുവിൽ എന്ന് വരുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ് മിസ്സായിരിക്കുന്നത്. നോക്കിക്കേ, നിയർ, ബിഹൈൻഡ്, ബിറ്റ്വീൻ. ഇതിലേതാണ് ഇവിടെ വരുന്ന പ്രിപ്പോസിഷൻ? ആ നടുവിൽ എന്നത് നമ്മൾ ഏത് പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യാറ്? ബിറ്റ്വീൻ. അപ്പൊ ഇവിടെ എന്ത് എഴുതി കൊടുക്കണം? ബിറ്റ്വീൻ എന്ന് എഴുതി കൊടുക്കണം. BETWEEN. നോക്കിക്കേ, ദ ബോൾ ഈസ് ബിറ്റ്വീൻ ദ കിഡ്സ്. ഇപ്പോ ഈ സെന്റൻസ് കറക്റ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് വൺ, ദ ഡോഗ് ഈസ് ഡാഷ് ദ ബോക്സ്. പിക്ചർ നോക്കിക്കേ, ആ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിന്റെ പിറകിൽ ഡോഗ് വരുന്നുണ്ട്. പിറകിൽ, ബാക്കിൽ എന്ന് വരുന്ന പ്രിപ്പോസിഷൻ ആണ് ഇവിടെ മിസ്സായിരിക്കുന്നത്. പിറകിൽ എന്നത് നമ്മൾ ഏത് പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യാറ്? നിയർ, ബിഹൈൻഡ്, ബിറ്റ്വീൻ. ഏതാണ്? ബിഹൈൻഡ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതി കൊടുക്കണം? ബിഹൈൻഡ് എന്ന് എഴുതി കൊടുക്കണം. സ്പെല്ലിംഗ് നോക്കിയിട്ട് പറഞ്ഞേ, BEHIND. The dog is behind the box. ഈ സെന്റൻസ് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പ്രിപ്പോസിഷൻസ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിലപ്പോൾ ഇൻ, ഓൺ, അണ്ടറും ചോദിക്കാം. നിയർ, ബിഹൈൻഡ്, ബിറ്റ്വീനും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ആ 6 പ്രിപ്പോസിഷൻസും പഠിച്ചു വയ്ക്കാം. ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഇൻ ആണോ, ഓൺ ആണോ, അണ്ടർ ആണോ, ബിഹൈൻഡ് ആണോ, ബിറ്റ്വീൻ ആണോ, നിയർ ആണോ വരുന്നത് കറക്റ്റ് പ്രിപ്പോസിഷൻ എഴുതാൻ അറിയണം. അപ്പോൾ നിങ്ങൾ 6 പ്രിപ്പോസിഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, എക്സാമിന് ചിലപ്പോൾ ഇൻ, ഓൺ, അണ്ടർ ചോദിക്കാം. ചിലപ്പോൾ നിയർ, ബിഹൈൻഡ്, ബിറ്റ്വീനും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ 6 പ്രിപ്പോസിഷൻ വേർഡ്സും തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾ ഹാസ്, ഹാവ് പഠിച്ചു ഓർക്കുന്നില്ലേ? ഈ ചാപ്റ്റേഴ്സ് ഒന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് അതിനൊരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ, fill in the blanks with has or have. ഇവിടെ കുറച്ച് സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്താണ്? ഹാസും ഹാവ് ഒക്കെ മിസ്സിംഗ് ആണ്. അപ്പൊ നിങ്ങൾ സെന്റൻസ് നോക്കിയിട്ട് അതിൽ കറക്റ്റ് വരുന്നത് ഏതാണോ അത് എഴുതി കൊടുക്കണം. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, he dash a cycle. ഇവിടെ ഹാസ് ആണോ, ഹാവ് ആണോ മിസ്സായിരിക്കുന്നത്? ഇവിടെ നോക്കാം, ഹീലാണ് ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഹി എന്ന് വരുമ്പോ ഇവിടെ എന്തായിരിക്കും? ഹി ഹാസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് എഴുതി കൊടുക്കണം? ഹാസ് എന്ന് എഴുതി കൊടുക്കണം. HAS. ഹി ഹാസ് എ സൈക്കിൾ. ഈ സെന്റൻസ് ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ്, ഷീ ഡാഷ് എ ക്യാറ്റ്. ഇവിടെ ഹാസ് ഓർ ഹാവ് മിസ്സിംഗ് ആണ്. അപ്പൊ സെന്റൻസ് നോക്കാം.
ഷീ എന്നതിലാണ് ഈ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത്. ഷീ ഷീ എന്ന് വരുമ്പോ ഇവിടെ ഏതായിരിക്കും? ഷീ ഹാസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് എഴുതി കൊടുക്കുക? ഹാസ് എന്ന് എഴുതി കൊടുക്കുക. ഷീ ഹാസ് എ ക്യാറ്റ്. തേർഡ് വൺ, യു ഡാഷ് ബ്ലാക്ക് ഹെയർ. ഇവിടെ യു എന്നതിലാണ് ഈ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത്. യു യു എന്ന് വരുമ്പോ ഹാസ് ഓർ ഹാവ് വരും. ഹാസ് ആണോ ഹാവ് ആണോ വരിക? യു എന്ന് വരുമ്പോ ഹാസ് ആണോ ഹാവ് ആണോ വരുന്നത്? യു ഹാവ്. വെരി ഗുഡ്. അപ്പൊ ഇവിടെ എന്ത് എഴുതി കൊടുക്കണം? ഹാവ് എന്ന് എഴുതി കൊടുക്കണം. യു ഹാവ് ബ്ലാക്ക് ഹെയർ. ഓക്കെ, ലാസ്റ്റ് വൺ, വി ഡാഷ് ഡോഗ്സ്. ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വി എന്ന് പറഞ്ഞിട്ടാണ്. വി എന്ന് വരുമ്പോ ഹാസ് ആണോ ഹാവ് ആണോ വരുന്നത്? വി ഹാവ്. ഇവിടെ എന്ത് എഴുതി കൊടുക്കണം? ഹാവ് എന്ന് എഴുതി കൊടുക്കുക. വി ഹാവ് ഡോഗ്സ്. ഈ സെന്റൻസ് കറക്റ്റ് ആയി. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഏത് സെന്റൻസ് കണ്ടാലും അവിടെ ഹാസ് ആണോ ഹാവ് ആണോ വരുന്നത് എന്ന് എഴുതി കൊടുക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങള് ഹാസും ഹാവും നന്നായിട്ട് പഠിച്ചു വെക്കുക. എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഹി, ഷീ, ഇറ്റ്. ഈ മൂന്ന് വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ആണെങ്കിൽ അവിടെ ഹാസ് ആണ് വരിക. ഓക്കെ, ഹി, ഷീ, ഇറ്റ്. ഈ വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ആണെങ്കിൽ അവിടെ ഹാസ് ആണ് വരിക. ഓക്കെ, ഇനി ഐ, യു, ദേ, വി. ഐ, യു, ദേ, വി. ഈ 4 വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ആണെങ്കിൽ അവിടെ ഹാവ് എന്നാണ് വരിക. ഓക്കെ, ഐ, യു, ദേ, വി. ഈ 4 വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ സെന്റൻസിന്റെ കൂടെയും ഹാവ് ആണ് വരിക. നോക്കിക്കേ, യു, വി. യു വന്നിട്ടുണ്ട്, വി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതി കൊടുത്തു? ഹാവ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. ഹി, ഷീ, ഇറ്റ്. ഇതിന്റെ ഒക്കെ കൂടെ ഹാസ് വരും. ഐ, യു, ദേ, വി. ഇതിന്റെ കൂടെ ഹാവ് വരും. ഇതുപോലെ പഠിച്ചു വെക്കുക. ഓക്കെ, ഹി, ഷീ, ഇറ്റ്. ഇതിന്റെ കൂടെ ഹാസ് വരും. ഐ, യു, ദേ, വി. ഇതിന്റെ കൂടെ ഹാവ് വരും. ഇതുപോലെ പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏത് സെന്റൻസ് വന്നാലും ഹാസും ഹാവും എഴുതി കൊടുക്കാൻ കഴിയും. പിന്നെ എക്സാമിന് ആക്ഷൻ വേർഡ്സ് എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പോ ഈ ചിത്രം നോക്കിയിട്ട് അതിന്റെ കറക്റ്റ് ആക്ഷൻ വേർഡ് എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചിത്രം എന്താണ്? 2 കുട്ടികൾ ഇങ്ങനെ നിന്നിട്ട് ചിരിക്കുന്നുണ്ട് അല്ലേ? ചിരിക്കുന്നുണ്ട്. അപ്പൊ ചിരിക്കുന്നുണ്ട് നമ്മൾ ഏത് ആക്ഷൻ വേർഡാണ് ഉപയോഗിക്കുന്നത്? laughing. വെരി ഗുഡ്. സ്പെല്ലിംഗ് പറഞ്ഞേ. laughing എന്നതിന്റെ സ്പെല്ലിംഗ് നിങ്ങളൊന്ന് പറഞ്ഞേ. എന്താണ്? LAUGHING. എന്ത് വായിക്കും? laughing. ഓക്കെ, അടുത്തത് എന്താണ്? ഒരു കുട്ടി പാട്ട് പാടുന്നുണ്ട്. പാട്ട് പാടുക എന്നതിന് നമ്മൾ ഏത് ആക്ഷൻ വേർഡാണ് യൂസ് ചെയ്യാറ്? സിംഗിങ്. സ്പെല്ലിംഗ് എന്താണ്? സിമ്പിൾ ആണ്. SINGING. എന്ത് വായിക്കും? സിംഗിങ്. സ്പെല്ലിംഗ് എന്താണ്? SINGING. എന്ത് വായിക്കും? സിംഗിങ്. സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. SINGING. എന്താ വായിക്കുക? സിംഗിങ്. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 6 ആക്ഷൻ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിൽ പേജ് നമ്പർ 22. അതിൽ 6 ആക്ഷൻ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡാൻസിങ്, റണ്ണിങ്, ക്രൈയിങ്, laughing, writing, reading. ഈ ആക്ഷൻ വേർഡ്സ് നിങ്ങൾ നന്നായിട്ട് എഴുതാൻ പഠിച്ചിരിക്കണം.
ഇങ്ങനെ പിക്ചേഴ്സ് കാണുമ്പോൾ അത് ഏത് ആക്ഷൻ വേർഡാണ് നിങ്ങൾക്ക് അത് എഴുതാൻ അറിയണം. ഇതിന്റെ കൂടെ നിങ്ങൾ സിംഗിങ് ഈ ഒരു ആക്ഷൻ വേർഡ് പഠിച്ചു വെക്കാം. ഓക്കെ, ഡാൻസിങ്, റണ്ണിങ്, ക്രൈയിങ്, ലാഫിങ്, റൈറ്റിംഗ്, റീഡിങ്, സിംഗിങ്, ഈ 7 ആക്ഷൻ വേർഡ്സും നിങ്ങൾ നന്നായിട്ട് ലെറ്റേഴ്സ് എഴുതാൻ പഠിച്ചു വെക്കാം. ഓക്കെ, പിക്ചേഴ്സ് കൊടുത്തിട്ട് ആക്ഷൻ വേർഡ്സ് എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഡാൻസിങ്, റണ്ണിങ്, ക്രൈയിങ്, ലാഫിങ്, റൈറ്റിംഗ്, റീഡിംഗ്, സിംഗിങ്, ഈ 7 ആക്ഷൻ വേർഡ്സിന്റെയും സ്പെല്ലിങ് എഴുതാൻ പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് ഇതിലുള്ള ഏത് പിക്ചർ കണ്ടാലും ആക്ഷൻ വേർഡ്സ് എഴുതാൻ അറിയണം. ഓക്കെ, മനസ്സിലായോ? പിന്നെ എക്സാമിന് റൈംസും ചോദിക്കാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് കോബ്ലർ എന്ന് പറഞ്ഞൊരു റൈം വരുന്നുണ്ട്. അതൊന്ന് പഠിച്ചു വെക്കാം. നമുക്കതൊന്ന് പാടി നോക്കിയാലോ. Cobbler, cobbler, mend my shoe, get it done by 2:30. Stitch it up and stitch it down, then I will give you half a crown. ഈ ഒരു റൈം നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇംഗ്ലീഷിൽ നന്നായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.